ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കല്യാണത്തിന് പോയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളൊരു ഉച്ച 1 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എവിടേക്കാന്നൊക്കെ ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാമിലിയും അതുപോലെ ഫ്രണ്ടും ഫാമിലിയും കൂടിയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരെയൊക്കെ ഇതാ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു. അവരെയും കൂടി പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ പോവാൻ കേട്ടോ. അപ്പോൾ തമിഴ്നാട്ടിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നമ്മൾ ഇ പാസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് കിടക്കണമെങ്കിൽ ഇ പാസ്സൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഒരു 10-15 മിനിറ്റ് അവിടെ നമ്മൾ നിന്ന് ഈ പാസ്സൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങോട്ടാന്നൊക്കെ പറയാം. നമ്മുടെ ഫാമിലിയിൽ ഒരു കല്യാണം ഉണ്ട്. പെരിന്തൽമണ്ണയാണ് കേട്ടോ കല്യാണം ഉള്ളത്. അപ്പോൾ നൈറ്റിലാണ് നമുക്ക് പരിപാടി. അങ്ങനെ നമ്മൾ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇപ്പോൾ നല്ല മഴയും കാര്യങ്ങളല്ലേ, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കോടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ തമിഴ്നാടിൽ നിന്ന് ഗൂഡല്ലൂർ ആ ഭാഗത്ത് എത്തിയപ്പോൾ പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടിയൊക്കെ നിർത്തിയിട്ട് നമുക്ക് വഴിച്ചെലവിന് എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയതാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നട്ട്സും അതുപോലെ പിന്നെ മക്കൾക്ക് ചോക്ലേറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വാങ്ങിയിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയി ഏകദേശം നമ്മൾ ചുരമൊക്കെ ഇറങ്ങി, വഴിക്കടവ് ചുരമൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ചായ ഒന്ന് കുടിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഒന്ന് റിലാക്സേഷന് വേണ്ടിയിട്ട് ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ വഴിയോരത്തുള്ള ഒരു ചായക്കടയിൽ കയറി. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. ഞാൻ കട്ട്ലേറ്റ് ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. മോളിതാ മുട്ട ബജി അങ്ങനെയൊക്കെ കഴിച്ചു. പിന്നെ അവിടെ നിറച്ച് ഈച്ചയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പക്കവട കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഒരു തോടിൻ്റെ സൈഡിലായിരുന്നു ഇതുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഈച്ചയൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ വഴിയും കാര്യങ്ങളൊക്കെ കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വഴിക്കടക്കൊക്കെ പോകുന്നതും ആ റോഡൊക്കെ കാണിച്ചിട്ട് ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണിപ്പോൾ ഞാൻ അതൊന്നും കാണിക്കാത്തത്. പിന്നെ നമ്മളിങ്ങനെ പോയിട്ട് നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണമൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെ ഗൂഗിൾ മാപ്പ് പിന്നെയും ചതിച്ചു കേട്ടോ. 2-3 സ്ഥലത്ത് നമ്മൾ വഴി തെറ്റിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെയും നമ്മൾ മാപ്പൊന്നും നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ വഴിയരികിലുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ എത്തിയിട്ടോ. കുറച്ച് ലേറ്റായി എന്തായാലും ഗൂഗിൾ മാപ്പ് ചതിച്ചത് കൊണ്ട്. അങ്ങനെ നമ്മൾ എത്തിയ പാടന്നതാ നമ്മളെ കാക്ക നമ്മളെ സ്വീകരിച്ചിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആരുടെ കല്യാണമെന്ന് കറക്റ്റ് വെച്ചാൽ ഇവിടുത്തെ ഹസ്ബൻഡിൻ്റെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ മോളുടെ കുട്ടീൻ്റെ കല്യാണമാണ് കേട്ടോ. മൂത്താപ്പാൻ്റെ പേരക്കുട്ടീൻ്റെ എന്ന് പറയും. അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി. പിന്നെ ഫോട്ടോ എടുക്കൽ നമ്മുടെ മെയിൻ പരിപാടിയാണല്ലോ. അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവർ പിന്നെ കാറൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടോ. അങ്ങനെ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറി പാടിനെ നമുക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിച്ചത് ഗ്രേപ്പ് ജ്യൂസാണ്. വേറെ മറ്റേത് എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ ടേസ്റ്റ് ഒന്നും നോക്കിയിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ നേരെ അവിടെ പല ടൈപ്പ് ചായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ വന്ന സമയത്ത്. ഒരു 6:30-6:45 ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ വന്നത് ഫുഡിൻ്റെ സെക്ഷനിലേക്കാണ്. കാരണം നേരത്തെ തന്നെ അവിടെ ഫുഡൊക്കെ കൊടുക്കലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര തിരക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരമൊക്കെ നമ്മളും അവിടെ നിന്ന് നേരെ ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ ചെക്കൻ്റെയും പെണ്ണിൻ്റെ ഒക്കെ അടുത്തേക്ക് പോയത്. ഇല്ലെങ്കിൽ പിന്നെ ആളുകളൊക്കെ അത്യാവശ്യം വന്ന് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല ലേറ്റ് ആവും എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ വന്നിട്ട് വേഗം ഫുഡൊക്കെ കഴിക്കുകയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ ഫ്രണ്ടില്ലേ എൻ്റെ വീഡിയോയിലൊക്കെ കാണുന്നത് കസിനും കൂടിയാണ് കേട്ടോ. അവരൊക്കെ കണ്ടു. അവരൊക്കെ 2 ദിവസം മുമ്പേ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. നല്ല അടിപൊളി ഫുഡ് തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെന്താ ബീഫും ഉണ്ടായിരുന്നു, ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, ചിക്കൻ, അങ്ങനെ പല ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കഴിച്ചത് റൈസ് തന്നെ ആയിരുന്നു, ബീഫിൻ്റെ സുർബിയാൻ റൈസ് ഇല്ലേ, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ആക്കുന്നത്. സംഭവം അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടെ കാറ്ററിങ്ങിൻ്റെ പേരെന്ന് വെച്ചാൽ KPS കാറ്ററിംഗ് സർവീസ് എന്നാണ് കേട്ടോ. മേലാറ്റൂർ കിഴക്കുമ്പാടാണ്. നല്ല അടിപൊളി സർവീസ് തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചു. ഈ ഒരു റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന റൈസാണല്ലോ ഈ ഒരു സുർബിയാൻ. ഞാൻ ഇതുവരെ വെച്ചിട്ടുമില്ല, കഴിക്കണമെന്ന് നല്ലൊരു ആഗ്രഹമുള്ള റൈസ് തന്നെ ആയിരുന്നു കേട്ടോ. എന്തായാലും അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഏകദേശം ഒരു ബീഫ് മന്തീൻ്റെ ഏതോ ഒരു അതിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ പോകുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ ആയിട്ടാണ് കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനും ഇതും കൂടെ ഒരു പ്ലേറ്റിൽ നിന്നാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അവളെ ഒറ്റയ്ക്ക് ഇരുത്തിയാൽ വീട്ടിലത്തെ മാതിരിയല്ലല്ലോ, നമ്മളെവിടെയെങ്കിലും വന്നാൽ മൊത്തത്തിൽ അലമ്പാക്കും. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി ഇരുന്നിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ലാസ്റ്റ് കുറച്ച് ബിരിയാണിയും കൂടി ടേസ്റ്റ് വെക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ലാതെ പൊറോട്ട, പത്തിരി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ റൈസ് എവിടെ കണ്ടാലും അവിടെ ആണല്ലോ. അങ്ങനെ പിന്നെ റൈസൊക്കെ കഴിച്ച് നമ്മളിതാ നേരെ ഹോളിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ ചെക്കനും പെണ്ണൊക്കെ നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ രാവിലെയും കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. പെണ്ണിൻ്റെ വീട്ടിൽ ഈ ഒരു ഹോൾ തന്നെ ആയിരുന്നു. അവർ രാവിലെയും കല്യാണം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെക്കൻ്റെ വീട്ടുകാരായതുകൊണ്ട് നമുക്ക് നൈറ്റിലാണ് കേട്ടോ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അവർ ഫുള്ള് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഭയങ്കര തിരക്കിലായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് വന്ന് കുറച്ച് നേരം അവിടെ ഇരുന്നു.
പിന്നെ അവരെയൊക്കെ നോക്കി. പിന്നെ നമ്മളും കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഫാമിലീനെയൊക്കെ കണ്ടു, വർത്താനൊക്കെ പറഞ്ഞു. കല്യാണത്തിന് വരുമ്പോൾ അങ്ങനെ തന്നെയല്ലേ. പിന്നെ നാട്ടിലേക്കൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ഇവിടുത്തെ കല്യാണം എന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ അവിടുത്തെ മാതിരിയല്ല, നല്ല പാട്ടും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പാട്ടിന് ഗാനമേള ട്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എന്തായാലും അടിപൊളിയായിരുന്നു. നമ്മളവിടെ ഒന്നും ഇപ്പോൾ വയനാട്ടിലൊന്നും അങ്ങനെ അങ്ങ് കാണാറില്ല. എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഒറ്റപ്പെട്ട സ്ഥലത്തൊക്കെ ഉള്ളൂ കേട്ടോ ഇങ്ങനെ പാട്ടും പരിപാടിയൊക്കെ. ഇനി വഴിയെ നമ്മുടെ നാട്ടിലേക്കും ഓരോന്നും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം എന്തായാലും വഴിയെ നമ്മുടെ നാട്ടിലും പ്രതീക്ഷിക്കുക. അങ്ങനെ ഇതാ കുട്ടികളൊക്കെ നല്ല കളിയാണ് കേട്ടോ. അവർ പാട്ട് പാടുന്നതിനനുസരിച്ച് എല്ലാവരും നല്ല കളി തന്നെയായിരുന്നു. ഇസുദിൻ്റെ ഇടയ്ക്ക് നല്ല തുള്ളിക്കളി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഐസ്ക്രീമൊക്കെ കഴിക്കുന്നുണ്ട് മക്കൾ. നമ്മളും പുറത്തിറങ്ങിയിട്ടായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അവരൊക്കെ പിന്നെ അവിടെ ഇരുന്നിട്ട് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഇതാ നമ്മളെ ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരുപാട് ടൈം നിന്നാൽ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് എത്തേണ്ടതല്ലേ. മഴയും കാര്യങ്ങളൊക്കെ ചുരമൊക്കെ ബ്ലോക്ക് ആയിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ പിന്നെ അവിടെ ഐസ്ക്രീം ഇങ്ങനെ പോപ്കോൺ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് കഴിച്ചു. കുറച്ച് ചില മക്കളെല്ലാവരും കഴിച്ചു, അതുപോലെ നമ്മളും കഴിച്ചു. ആ സെക്ഷനിൽ എന്തായാലും കുട്ടികളെ കൊണ്ടൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. എല്ലാവരും ഭയങ്കര, മക്കൾക്കൊക്കെ പിന്നെ ഐസ്ക്രീമൊക്കെ ആയാൽ മതിയല്ലോ. അങ്ങനെ അവിടെ നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. അവിടെ നമ്മളൊക്കെ ഓരോന്നൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഇനിയിപ്പോൾ ഇതാ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഐസ്ക്രീം കഴിക്കുകയായിരുന്നു. അപ്പോൾ ഒന്ന് വരുന്നവരെ അവർ വെയിറ്റ് ആക്കി നിൽക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഇതാ ഇറങ്ങുകയാണ് കേട്ടോ. കുറച്ചൊരു ടൈം, ഒരു 1.5 മണിക്കൂർ മാത്രമേ അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് തന്നെ എത്തണമെന്ന്. അങ്ങനെ ഇതാ ഇനിയിപ്പോൾ നേരെ പോകുന്നത് അവരുടെ ചെക്കൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. നമ്മൾ ഇതുവരെ വീടൊന്നും കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് കയറി കാണാം. പിന്നെ നമ്മുടെ ഫാമിലി ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവരുടെ കുറച്ച് ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ എടുക്കുക. അങ്ങനെ വന്നിട്ട് നമ്മൾ വീട്ടിലേക്കൊക്കെ വന്നു. അവിടെ ഒരു 10-15 മിനിറ്റ്, ഒരുപാട് ടൈമൊന്നും നിന്നിട്ടില്ല. വീടൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ട് പിന്നെ അവരുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.